ആകാശവാണി. നമസ്കാരം. വാർത്താ വീക്ഷണം. കാർഷിക സമൃദ്ധിയുടെ ഓർമ്മ പുതുക്കി ഇന്ന് വിഷു. തയ്യാറാക്കിയത് ശ്രീലത VS, മാധ്യമപ്രവർത്തക. അവതരണം നരേന്ദ്രമോഹൻ. കേരളത്തിലെ ഏറ്റവും പ്രാചീനവും സാംസ്കാരികമായി സമ്പന്നവുമായ ഉത്സവങ്ങളിലൊന്നാണ് വിഷു. വിഷു എന്ന പദം സംസ്കൃതത്തിലെ വിഷുവം എന്നതിൽ നിന്നാണ് ഉണ്ടായത്. അതായത് സമത്വം അല്ലെങ്കിൽ സമദിനരാത്രി എന്നർത്ഥം. പ്രകൃതിയും മനുഷ്യരും തമ്മിലുള്ള സന്തുലിതാവസ്ഥയെയും പ്രകൃതി മനുഷ്യന് നൽകുന്ന പ്രതീക്ഷയെയും സമൃദ്ധിയെയും ദ്യോതിപ്പിക്കുന്ന ഉത്സവമാണ് വിഷു. വിഷു എന്നത് പുതു തുടക്കത്തിന്റെ പ്രതീകമാണ്. കേരളത്തിലെ കാർഷികോത്സവമാണ് വിഷു. ഐശ്വര്യത്തിന്റെയും പ്രതീക്ഷയുടെയും സമാധാനത്തിന്റെയും ഉത്സവമാണ് വിഷു എന്ന് പറയാം. മലയാള മാസം മേടം 1 അല്ലെങ്കിൽ അടുത്ത നാൾ ആണ് വിഷു ആഘോഷിക്കുന്നത്. മേടരാശിയിൽ സൂര്യൻ എത്തുന്ന ദിനം കൂടിയാണ് വിഷു. ദിനരാത്രങ്ങൾ തുല്യമാകുന്ന ദിവസം. ഓണം കഴിഞ്ഞാൽ മലയാളികളുടെ ഏറ്റവും വലിയ ആഘോഷമാണ് വിഷു. അടുത്ത ഒരു കൊല്ലത്തെ ഫലത്തെക്കുറിച്ചും ഇക്കാലയളവിൽ ജനങ്ങൾ ചിന്തിക്കുന്നു. വിഷുഫലം എന്നാണ് ഇതിന് പറയുക. വിഷുക്കണി ഒരുക്കുക, കണി കാണുക, കൈനീട്ടം വാങ്ങുക, പുതുവസ്ത്രങ്ങൾ ധരിക്കുക, കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് വിഷു സദ്യ കഴിക്കുക തുടങ്ങിയവയാണ് വിഷുവിന്റെ പ്രധാന ചടങ്ങുകൾ. കണിക്കൊന്നയും അവയുടെ മഞ്ഞപ്പൂക്കളും വിഷുവിന് പ്രധാനമാണ്. കേരളത്തിൽ മാത്രമല്ല, അയൽ സംസ്ഥാനങ്ങളിൽ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലും വിഷു ആഘോഷിക്കാറുണ്ട്. ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും സമാനമായ ആഘോഷങ്ങളുണ്ട്. അവയെല്ലാം ഭാരതത്തിൽ മുൻപ് നിലനിന്നിരുന്ന പഞ്ചാംഗം പ്രകാരമുള്ള വർഷാരംഭത്തിന്റെ ആഘോഷമാണ്. കേരളത്തിലെ വിഷു പോലെ മറ്റു സംസ്ഥാനങ്ങളിലും പുതുവർഷത്തെയും വിളവെടുപ്പിനെയും പ്രകൃതിയെയും ആഘോഷിക്കുന്ന സമാനമായ ഉത്സവങ്ങൾ കാണാം. ഇവയെല്ലാം കാലാവസ്ഥയുമായി കാർഷിക ജീവിതവുമായി ചേർന്ന് നിൽക്കുന്നവയാണ്. പഞ്ചാബിലെ ബൈസാഖി, പശ്ചിമ ബംഗാളിലെ പൊയില ബൈശാഖ്, അസമിലെ ബോഹ ബിഹു, തമിഴ്നാട് പുത്താണ്ട്, ആന്ധ്രാപ്രദേശിലെ ഉഗാദി, മഹാരാഷ്ട്രയിലെ ഗുഡി പാഡ്വ, വിശ്വ സംക്രാന്തി തുടങ്ങിയവ വിഷു പോലെ തന്നെ പുതിയ തുടക്കം, കാർഷിക സമൃദ്ധി, പ്രകൃതിയോടുള്ള നന്ദി എന്ന മൂല്യങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. പൊലിക പൊലിക ദൈവമേ തൻ നെൽ പൊലിക എന്നുള്ള പുള്ളുവപ്പാട്ടും വിഷുവിന്റെ ഐശ്വര്യദായക സ്വഭാവത്തെയാണ് കാണിക്കുന്നത്. വിഷുവിന് ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലങ്ങൾ അടുത്ത ഒരു കൊല്ലക്കാലം നിലനിൽക്കുന്നു എന്നാണ് വിശ്വാസം. കേരളത്തിലെ പ്രധാന വിളവെടുപ്പ് ഉത്സവം ഓണമാണ്. അത് കാർഷിക വിളവെടുപ്പുമായി നേരിട്ട് ബന്ധപ്പെട്ടതാണ്. എന്നാൽ വിഷു വരുന്നത് മേടമാസത്തിന്റെ തുടക്കത്തിൽ പുതിയ കാർഷിക ചക്രം തുടങ്ങുന്ന സമയത്താണ്. വിഷുക്കാലം പുതിയ കൃഷിവർഷത്തിന്റെ ആരംഭമായി കണക്കാക്കുന്നു. വിത്തിടുമ്പോൾ വിളവിന്റെ പ്രതീക്ഷയോടെയാണ് തുടങ്ങുന്നത്. അതുപോലെ വിഷുവും പ്രതീക്ഷയുടെ പ്രതീകമാണ്. സൂര്യ സംക്രമണ ദിനം എന്നത് വിഷുവിന്റെ പ്രത്യേകത വർദ്ധിപ്പിക്കുന്നു. ഓണം വിളവെടുപ്പിനെയാണെങ്കിൽ വിഷു വിത്തിടൽ അഥവാ പുതു തുടക്കത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് സാരം. കണിക്കൊരുക്കുന്ന നെല്ല്, അരി, കായ്കറികൾ, പഴങ്ങൾ ഇവയെല്ലാം കാർഷിക സമൃദ്ധിയുടെ പ്രതീകങ്ങൾ തന്നെയാണ്. പ്രകൃതിയുടെ പുനർജനനവും പുതുചൈതന്യവും സൂചിപ്പിക്കുന്നതാണ് കണിക്കൊന്ന. അതുകൊണ്ട് തന്നെ വിഷുവിനെ കാർഷിക ബന്ധമുള്ള പുതുവർഷോത്സവം എന്ന് വിശേഷിപ്പിക്കാം. കാർഷിക പാരമ്പര്യത്തോടും പ്രകൃതിയോടും ചേർന്നിരിക്കുന്ന ഈ ഉത്സവം മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെ ഓർമ്മിപ്പിക്കുന്നു. കേരളത്തിൽ ശ്രീകൃഷ്ണന്റെ ആരാധനയുമായി ബന്ധപ്പെട്ട് വിഷുവിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം പോലെയുള്ള പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ മേടവിഷു വളരെ പ്രാധാന്യത്തോടെ ആഘോഷിക്കാറുണ്ട്. ഇവിടങ്ങളിൽ വിഷു ദർശനത്തിന് ആയിരക്കണക്കിന് ആളുകൾ എത്തിച്ചേരുന്നു. ശബരിമല ധർമ്മശാസ്താ ക്ഷേത്രത്തിലും പ്രത്യേക പൂജകളോടുകൂടിയ ദർശനം ഈ ദിവസം സാധ്യമാണ്. പുലർച്ചെ ആദ്യമായി കാണുന്ന ദൃശ്യങ്ങൾ ജീവിതത്തെ സ്വാധീനിക്കുമെന്ന വിശ്വാസവും അതിലുണ്ട്. എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ആഘോഷിക്കുന്നതിനാൽ കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകുന്നു. വിഷു കൈനീട്ടം വഴി പങ്കുവയ്ക്കലിന്റെ സന്തോഷം, മുതിർന്നവരുടെ അനുഗ്രഹാശിസുകൾ വേണമെന്ന തിരിച്ചറിവ്, അതിലുപരി മനുഷ്യന്റെ ജീവിതചര്യകളിൽ പ്രകൃതിയുടെ സ്വാധീനം എത്രത്തോളം ഉണ്ടായിരുന്നെന്ന നമ്മുടെ പാരമ്പര്യം എല്ലാം ഓർമ്മപ്പെടുത്തുന്ന അവസരം കൂടിയാണ് വിഷു. വിഷുവിന്റെ ഏറ്റവും പ്രധാന ഘടകമാണ് വിഷുക്കണി. വിഷുവിന് തലേന്ന് രാത്രി തന്നെ കണി ഒരുക്കുന്നു. കണിക്കൊന്ന, കൃഷ്ണ വിഗ്രഹം അല്ലെങ്കിൽ വിഷ്ണുവിന്റെ ചിത്രം, അരി, നെല്ല്, കായ്കറികൾ, പഴങ്ങൾ, കണ്ണാടി, നാണയങ്ങൾ, സ്വർണം, നിലവിളക്ക് എന്നിവ വെച്ചാണ് കണി ഒരുക്കുന്നത്. പുലർച്ചെ കണ്ണു തുറന്ന ഉടനെ ഈ കണി കാണുന്നത് ആ വർഷം മുഴുവൻ സമൃദ്ധമാക്കുമെന്നാണ് വിശ്വാസം. മുതിർന്നവർ ചെറുപ്പക്കാർക്ക് പണം നൽകി അനുഗ്രഹിക്കുന്ന ആചാരമാണ് വിഷു കൈനീട്ടം. ഇത് സ്നേഹവും അനുഗ്രഹവും പങ്കിടുന്നതിന്റെ പ്രതീകമാണ്. വിഷുദിനത്തിൽ പ്രത്യേക വിഭവങ്ങളോടെ സദ്യ ഒരുക്കുന്നു. ചില പ്രദേശങ്ങളിൽ വിഷുക്കഞ്ഞി ഉണ്ടാക്കുന്ന ചടങ്ങുമുണ്ട്. വടക്കൻ കേരളത്തിൽ വിഷു ആഘോഷത്തിന്റെ ഭാഗമായി പടക്കം പൊട്ടിക്കുന്ന രീതിയുമുണ്ട്. കുട്ടികൾക്കിടയിൽ ആവേശം നിറയ്ക്കുന്നതാണ് വിഷു പടക്കം. പുലർച്ചെയും വൈകുന്നേരവും പടക്കങ്ങൾ പൊട്ടിക്കുന്നു. വിഷുദിനത്തിൽ പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്നതും ഒരു ആചാരമാണ്.
വിഷു ഒരു ഉത്സവമെന്നതിലുപരി ജീവിതത്തിലെ സന്തുലിതാവസ്ഥ, സമൃദ്ധി, ശുഭപ്രതീക്ഷകൾ എന്നിവയുടെ പ്രതീകമാണ്. പ്രകൃതിയുമായി ഒത്തുചേരാനും കുടുംബ ബന്ധങ്ങൾ ഉറപ്പിക്കാനും നല്ലതിന് തുടക്കം കുറിക്കാനും വിഷു നമ്മെ പ്രേരിപ്പിക്കുന്നു. വിഷുക്കണിയിലൂടെ നല്ലതിനെ കാണുന്ന കണ്ണും വിഷു കൈനീട്ടത്തിലൂടെ പങ്കിടുന്ന ഹൃദയവും വിഷു സദ്യയിലൂടെ അനുഭവിക്കുന്ന സ്നേഹവുമൊക്കെയാണ് വിഷുവിന്റെ യഥാർത്ഥ ആത്മാവ്. കാലം മാറുമ്പോൾ ആഘോഷരീതികളും മാറുന്നു. എന്നാൽ വിഷുവിന്റെ ആത്മാവായ സമൃദ്ധിയും സന്തോഷം പങ്കിടലും ഇന്നും അതുപോലെ തുടരുന്നു. ഇന്ന് പരമ്പരാഗത ആചാരങ്ങൾക്കൊപ്പം പുതിയ ജീവിതശൈലിയുമായി ചേർന്ന ഒരു ആധുനിക വിഷു രൂപം കൊണ്ടിട്ടുണ്ട്. പലരും വിദേശത്തോ നഗര ജീവിതത്തിലോ കഴിയുന്നതിനാൽ വീട്ടിൽ കണിയൊരുക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ മൊബൈൽ അല്ലെങ്കിൽ ടാബിൽ വിഷുക്കണി ചിത്രങ്ങൾ കാണുക, വീഡിയോ കോൾ വഴി കുടുംബത്തോടൊപ്പം കണി കാണുക എന്ന രീതികൾ ഇന്ന് സാധാരണമായിട്ടുണ്ട്. പഴയ കാലത്ത് കയ്യിൽ പണം നൽകി അനുഗ്രഹിച്ചിരുന്നുവെങ്കിൽ ഇന്ന് UPI, ബാങ്ക് ട്രാൻസ്ഫർ എന്നിവ വഴി കൈനീട്ടം നൽകുന്നു. കൂടാതെ ഡിജിറ്റൽ ഗിഫ്റ്റ് കാർഡുകൾ നൽകുന്നതും പ്രചാരത്തിലുണ്ട്. പരിസ്ഥിതി ബോധം ഉയർന്നതോടെ പടക്കം കുറയ്ക്കുക അല്ലെങ്കിൽ ഒഴിവാക്കുക, പ്രകൃതിദത്ത അലങ്കാരങ്ങൾ ഉപയോഗിക്കുക, പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക എന്നീ കാര്യങ്ങളിൽ ശ്രദ്ധ വർദ്ധിച്ചിട്ടുണ്ട്. വേഗതയേറിയ ജീവിതശൈലിയുടെ ഭാഗമായി വീട്ടിൽ സദ്യ തയ്യാറാക്കുന്നതിന് പകരം ഹോട്ടലുകളിൽ നിന്നും ഓർഡർ ചെയ്യുക, ബുഫേ വിഷു സദ്യയിൽ പങ്കെടുക്കുക എന്നത് നഗരങ്ങളിൽ സാധാരണമാണ്. സമൂഹമാധ്യമങ്ങൾ വഴി വിഷു ആശംസകളും വിഷുക്കണി ഫോട്ടോകളും വീഡിയോകളും പോസ്റ്റ് ചെയ്യുന്നു. കുടുംബ സമ്മേളനങ്ങൾ ഓൺലൈനായി സംഘടിപ്പിക്കുന്നു. ഇക്കാലത്ത് എല്ലാ ആഘോഷങ്ങൾക്കും ഒരു കച്ചവട സ്വഭാവം ദൃശ്യമാണല്ലോ. ഇത് വിഷു ഓഫറുകൾക്കും ഓൺലൈൻ ഷോപ്പിംഗിനും വലിയ സാധ്യതയാണ് നൽകിയത്. പരമ്പരാഗത വസ്ത്രങ്ങൾക്കൊപ്പം ഫ്യൂഷൻ സ്റ്റൈൽ വസ്ത്രധാരണം, സ്വർണ്ണാഭരണങ്ങൾ വാങ്ങൽ എന്നിവ ഇപ്പോൾ തുടങ്ങിയ ആചാരങ്ങളാണ്. സാമൂഹിക ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായി അനാഥാലയങ്ങൾ, വൃദ്ധസദനങ്ങൾ എന്നിവിടങ്ങളിൽ സഹായം നൽകൽ, ഭക്ഷണ വിതരണം, സേവന പ്രവർത്തനങ്ങൾ എന്നിവ ഇപ്പോൾ കൂടുതലായി കാണുന്നു. പാരമ്പര്യവും നവീകരണവും കൈകോർക്കുമ്പോൾ ആധുനിക വിഷു എന്നത് പരമ്പരാഗത മൂല്യങ്ങളെ ഉപേക്ഷിക്കുന്നതല്ല, മറിച്ച് അവയെ ഇന്നത്തെ ജീവിത രീതിയോട് ചേർത്ത് പുതിയ രൂപത്തിൽ ആഘോഷിക്കുന്നതാണ്. വിഷുക്കണി, കൈനീട്ടം എന്നിവ പോലുള്ള ആചാരങ്ങൾ നിലനിൽക്കുമ്പോൾ അവയുടെ അവതരണം മാത്രമാണ് മാറിയിരിക്കുന്നത്. ആധുനികതയും പാരമ്പര്യവും ഒരുമിച്ച് ചേർന്നപ്പോൾ വിഷു കൂടുതൽ സമ്പന്നവും സാർത്ഥകവുമായ ആഘോഷമായി മാറി. കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയും പങ്കുവെക്കലിന്റെ മൂല്യം പഠിപ്പിക്കുകയും ചെയ്യുന്ന ഓരോ വിഷുവും ഏവർക്കും സന്തോഷവും സമാധാനവും നൽകുന്നതാകട്ടെ. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം. കാർഷിക സമൃദ്ധിയുടെ ഓർമ്മ പുതുക്കി ഇന്ന് വിഷു. തയ്യാറാക്കിയത് ശ്രീലത BS, മാധ്യമ പ്രവർത്തക.